വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ എവിടെ പോലീസ് എന്നും പറഞ്ഞ് ഒന്നും അറിയാത്തതുപോലെ സുസ്മിത അങ്ങ് ഉമ്മറത്തേക്ക് ഇറങ്ങിയാണ്. അതേസമയം പോലീസ് ജീപ്പിൽ വരുന്നത് നമ്മുടെ പഴയ സഹദേവനാണ്. സഹദേവൻ മുറുക്കിയൊക്കെ മുറ്റത്തേക്കൊക്കെ തുപ്പി കാലുകൊണ്ട് ഡോറൊക്കെ വലിച്ച് തിരിച്ചങ്ങ് അടച്ച ശേഷം മുറ്റത്തേക്ക് ഇറങ്ങി ഇന്ന് സത്യഭാമയുടെ വീട് മൊത്തത്തിൽ അങ്ങ് നോക്കുകയാണ്. എന്നിട്ട് കോൺസ്റ്റബിൾ സുനിതയോട് പറയുന്നുണ്ട്, സുനിതയെ നീ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോന്ന്. അന്നേരം പഠിച്ചിട്ടുണ്ട് സാറെന്ന് പറയുന്നുണ്ട് സുനിത. അന്നേരം അത് സത്യമാണ്. ആദ്യമായിട്ട് സഹദേവൻ ഈ നാട്ടിൽ വന്നപ്പോൾ പണി തുടങ്ങിയതും ഈ സത്യാമ്മയുടെ വീട്ടിൽ നിന്നാണ്. ഇപ്പോൾ പണിഷ്മെന്റ് ട്രാൻസ്ഫറും സസ്പെൻഷനും ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഇവിടെ നിന്ന് തന്നെയാണ് പണി തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ ഭൂമി ഉരുണ്ടതെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായ സത്യമല്ലേ? സത്യാമ്മയുടെ വീട്ടിൻ്റെ ബി നിലവറയുടെ താക്കോല് എനിക്ക് തന്നെ തരണേ ദൈവങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് തൊപ്പിയൊക്കെ പിന്നെ ജീപ്പിൽ നിന്നും എടുത്ത് തലയിലേക്ക് വെച്ചിട്ട് വാ നമുക്ക് പണി തുടങ്ങാമെന്നും പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണ്. ഇതേസമയം ഉമ്മറത്തേക്ക് വന്ന് നോക്കിയ സുസ്മിത അവരെ പോലീസിനെ കണ്ട ശേഷം തിരിച്ചങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട്. ഇതേസമയം അകത്ത് രാഘവൻ നായർ ഭാമയോട് പറയുന്നുണ്ട്, അതേ ഭാമ ഇവിടെ പോലീസൊന്നും വേണ്ട, ഈ കാര്യത്തിൽ ആരും ഇടപെടണ്ട, ഇത് നമ്മുടെ വീട്ടിലെ കാര്യമാണ്. എന്നിട്ട് പിള്ളയോട് പറയുന്നുണ്ട്, പിള്ളേ അവരെ എങ്ങ് പറഞ്ഞു വിടാനായിട്ട്. അതേസമയം സത്യഭാമ ഒന്നും മിണ്ടുന്നില്ല. തുടർന്ന് സുസ്മിത ഇങ്ങോട്ട് കയറി വരുമ്പോൾ അതെങ്ങനെ ശരിയാവെങ്കിലേ കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് എത്തിക്കേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ സുസ്മിത നീ വേണ്ടാത്ത കാര്യങ്ങൾ ഇടപെടരുത് എന്ന് പറഞ്ഞ് സുസ്മിതയ്ക്ക് നേരെ ദേഷ്യത്തോടെ രാഘവൻ നായർ കൈ ചൂണ്ടുകയാണ്. അന്നേരം ഇവിടം വരെ കൊണ്ടെത്തിച്ചിട്ട് ഇയാൾ ചളമാക്കുമോ എന്നുള്ള ഉദ്ദേശത്തിൽ സുസ്മിത നിൽക്കുകയാണ്. തുടർന്ന് പിള്ളെ അവരെ ചെന്ന് പറഞ്ഞു വിടുമെന്ന് പറയുമ്പോൾ പിള്ള വാതിൽക്കലേക്ക് വരുമ്പോഴേക്കും സഹദേവനും പോലീസുകാരും അകത്തേക്ക് കയറി കഴിഞ്ഞിരുന്നു. എന്താടോ പിള്ള ഇത്ര വെപ്രാളത്തിൽ എങ്ങോട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പിള്ള ഒന്ന് പരിഭ്രമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് സഹദേവനെ കണ്ട് സത്യഭാമയും വിഷ്ണുവും രാഘവൻ നായരും ഒന്ന് ദേഷ്യത്തോടെ ശാലിനിയെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് സഹദേവൻ പറയുന്നുണ്ട്, ഇവിടെ ഒരു മോഷണം നടന്നു എന്ന് പിന്നെ ന്യൂസ് കിട്ടിയിട്ട് വിവരം അറിഞ്ഞിട്ട് വന്നതാണ് എന്ന്. ഇയാളാണോ കള്ളൻ? എവിടെ കള്ളൻ എന്നും പറഞ്ഞ് പിള്ളയെ ഇങ്ങനെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, അയാളെ വിടണം സാർ, എന്ത് അതിക്രമമാണ് നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന്. അന്നേരം ദേഷ്യത്തോടെ പിള്ളയെ അങ്ങ് എല്ലാവരുടെയും മുന്നിലേക്ക് അങ്ങ് പിടിച്ച് തള്ളുകയാണ്. അന്നേരം പിള്ളയെ അങ്ങ് വീഴാൻ തുടങ്ങുമ്പോൾ വിഷ്ണു അങ്ങ് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് സത്യാമ്മയുടെ വീട്ടിൽ വന്ന് അതിക്രമം കാണിക്കുന്നോടാ പന്നെ എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ഇടാന്നും വിളിച്ചുകൊണ്ട് സഹദേവന്റെ നേർക്കടുക്കാൻ തുടങ്ങുമ്പോൾ വിഷ്ണു എന്നിങ്ങനെ ഉറക്കെ ഭാമ വിളിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു അടങ്ങി നിൽക്കുകയാണ്. തുടർന്ന് സഹദേവൻ അങ്ങ് അകത്തേക്ക് കയറുകയാണ്. തുടർന്ന് സഹദേവൻ പറയുകയാണ്, പിള്ള ഇപ്പോൾ സത്യഭാമയുടെ പേഴ്സണൽ വീഡിയോഗ്രാഫറാണെന്ന് ഞാൻ നേരത്തെ അറിയാമായിരുന്നു, ഞാനിപ്പോൾ അത് ഓർത്തില്ല എന്ന്. അന്നേരം സത്യഭാമ അത് ഓർക്കുന്നുണ്ട്. ഒരിക്കലും സഹദേവനെ വിളിച്ച് അവർ സത്യഭാമയ്ക്കെതിരെ വില പേശിയപ്പോൾ പിള്ള വീഡിയോ എടുത്തതും പിന്നീട് വിഷ്ണു സഹദേവനെ തല്ലിച്ചതച്ചതുമൊക്കെ ഓർക്കുകയാണ്. തുടർന്ന് സഹദേവൻ പറയുകയാണ്, ഞാനിപ്പോൾ ഇവിടെ വന്നത് ഒരു മോഷണമുണ്ടെന്ന് അറിഞ്ഞു, അത് എന്തിനാണ് എന്ന് അതിൻ്റെ നടപടി എടുക്കാനാണ് എന്നിങ്ങനെ സഹദേവൻ പറയുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ നിന്നോട് പോകാനല്ലേ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം വിഷ്ണു ആദ്യം നിർത്ത്, ഇവിടെ സത്യഭാമയുടെ ശബ്ദമല്ലാതെ മറ്റാരുടെയും ശബ്ദം ഈ എൻ്റെ ശബ്ദത്തിന് മീതെ ഉയരണ്ട, അതിപ്പോൾ ശത്രുവായാലും മിത്രമായാലും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മതി ആവേശവും കൈക്കരുത്തും ഒക്കെ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ അങ്ങ് അടക്കി നിർത്തുകയാണ്. തുടർന്ന് എന്താ പരാതി, ആരാണ് ഇവിടെ മോഷ്ടിച്ചത് എന്നൊക്കെ സഹദേവൻ ചോദിക്കുമ്പോൾ ഇവിടെ ആർക്കും പരാതിയൊന്നുമില്ല, സഹദേവൻ പോകണമെന്ന് രാഘവൻ നായർ പറയുകയാണ്. അന്നേരം അതെങ്ങനെ ശരിയാവും, കൺട്രോൾ റൂമിലേക്ക് വന്ന പരാതിയാണ്, എന്താണെന്ന് അന്വേഷിച്ച് അതിൻ്റെ നടപടി എനിക്ക് മേലധികാരിക്ക് നൽകാനുള്ളതാണ് എന്നിങ്ങനെ സഹദേവൻ പറയുകയാണ്. തുടർന്ന് അതേസമയം ശാരദാമ്മയും ശാലിനിയും ഒക്കെ തലകുനിച്ച് നിൽക്കുകയാണ്. പക്ഷെ വിഷ്ണു ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. തുടർന്ന് പരാതിയൊന്നും ഇല്ലേന്നും പറഞ്ഞ് സഹദേവൻ ഇങ്ങനെ എല്ലാവരെയും നോക്കുമ്പോൾ പരാതിയുണ്ട് സാർ, എനിക്ക് പരാതിയുണ്ട് എന്നിങ്ങനെ സുസ്മിത പറയുകയാണ്. അന്നേരം എല്ലാവരും സുസ്മിതയെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് സഹദേവൻ ഇങ്ങനെ സുസ്മിതയെ ശ്രദ്ധിച്ചിട്ട് പറയുകയാണ്, ആഹാ ഇത് നമ്മുടെ സുസ്മിതയല്ലേ, മോള് പറഞ്ഞാട്ടെ എന്താ പരാതി എന്ന് ചോദിക്കുകയാണ്. അന്നേരം സുസ്മിതയെ ഇങ്ങനെ ദേഷ്യത്തോടെ രാഘവൻ നായർ വിളിക്കുമ്പോൾ കൃത്യനിർവഹണത്തിൽ തടസ്സപ്പെടുത്താൻ പാടില്ല, അതും ഒരു പരാതി സ്വീകരിക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ വനിതാ സംവരണമൊക്കെ സൗഹൃദമൊക്കെ ഉള്ളതാണ്, മോള് പറഞ്ഞാട്ടെ എന്ന് പറയുകയാണ്. അന്നേരം അവരാണ് സ്വർണ്ണം മോഷ്ടിച്ചതെന്ന് ശാരദാമ്മയെ നോക്കി സുസ്മിത പറയുകയാണ്. അന്നേരം ഇങ്ങനെ ദേഷ്യത്തോടെ പല്ലും കടിച്ച് വിഷ്ണു നിൽക്കുകയാണ്. തുടർന്ന് സഹദേവനാണെങ്കിൽ ശാരദാമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആഹാ ശാരദാമ്മ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല കേട്ടോ, നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി, സ്വർണം കടത്തൽ, ഭക്ഷണത്തിൽ വിഷം ചേർക്കൽ, ഇനിയിപ്പോൾ കുടുംബശ്രീ ഹോട്ടലിനോട് ചേർന്നൊരു ജ്യൂസ് കടയും കൂടി തുടങ്ങുക, ജാമ്യത്തിന് ആളെ വേണമെങ്കിൽ ജയിലിൽ നിന്നൊക്കെ വിട്ടുതരാം എന്നൊക്കെ പറഞ്ഞ് സഹദേവൻ അങ്ങ് കളിയാക്കുകയാണ്. അന്നേരം സാറേ ഞാൻ ചെയ്തിട്ടില്ല, ഞാനിതൊന്നും അറിഞ്ഞതല്ല എന്നും പറഞ്ഞ് ശാരദാമ്മ ഇങ്ങനെ കൈയോടെ നിൽക്കുകയാണ്. അന്നേരം അതൊക്കെ കണ്ട് ശാലിനി അങ്ങ് ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ സുസ്മിത അങ്ങ് സന്തോഷിച്ച് നിൽക്കുകയാണ്. പക്ഷെ ഒരൊറ്റ അക്ഷരം മിണ്ടാതെ
സത്യഭാമ നിൽക്കുകയാണ്. അന്നേരം സുസ്മിത വന്ന് ഇടയ്ക്കേറി പറയുകയാണ്, അതെ സാറേ, അവരുടെ ബാഗിൽ നിന്നും ഞാൻ സ്വർണം കണ്ടെടുത്തതാണ്. ഭാമാൻറ്റിയുടെ മകള് പ്രീതിയുടെ സ്വർണ്ണമാണ്, അവർ കടത്തിക്കൊണ്ട് പോകാൻ നോക്കിയതാണ് എന്നൊക്കെ അങ്ങ് സുസ്മിത പറയുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയുടെ ബാഗിലെ സ്വർണ്ണമൊക്കെ സഹദേവന് സുസ്മിത കാട്ടിക്കൊടുക്കുന്നുണ്ട്. അന്നേരം ആകെ ദേഷ്യത്തോടെ അങ്ങ് വിഷ്ണു നിൽക്കുകയാണ്. തുടർന്ന് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരും മിണ്ടാ നിൽക്കുന്നുണ്ട്. തുടർന്ന് ഒന്നുകൂടി സഹദേവൻ ചോദിക്കുകയാണ്, അന്നേരം ഇവരെല്ലാം കണ്ടതാണ് സാറേ എന്ന് സുസ്മിത പറയുകയാണ്. അന്നേരം അങ്ങനെ പറഞ്ഞാൽ പോരാ, നേരിട്ട് പറയണം. ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആരും മിണ്ടുന്നില്ല. തുടർന്ന് രാഘവൻ സാർ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും കണ്ടില്ല എന്ന് രാഘവൻ നായർ പറയുകയാണ്. അന്നേരം പോലീസ് തന്നെ വേണ്ടാന്ന് പറഞ്ഞ ആളല്ലേ, പിന്നെ എന്ത് പറയാനാണ്. തുടർന്ന് ശാലിനിയുടെ അടുത്തേക്ക് വന്നിട്ട് സഹദേവൻ വന്നിട്ട് അമ്മ കൊള്ളാം എന്നിങ്ങനെ കളിയാക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അമ്മയും കൊള്ളാം എന്നിങ്ങനെ വിഷ്ണുവിനെയും കളിയാക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു ആകെ ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് പൊന്നിയോട് ചോദിക്കുകയാണ്, ഈ വേലക്കാരി എന്തെങ്കിലും കണ്ടതാണോ എന്ന്. അന്നേരം ഞാനൊന്നും കണ്ടില്ല സാറെന്ന് പൊന്നി അങ്ങ് ധൈര്യത്തോടെ പറയുന്നുണ്ട്. അതെന്താടി കാണാതിരിക്കാനായിട്ട് നീ കുരുടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതല്ല സാർ, ആ സമയത്ത് ഞാൻ അടുക്കളയിലായിരുന്നു എന്ന് പൊന്നി തിരിച്ചു മറുപടി പറയുകയാണ്. അന്നേരം പച്ച കള്ളമാണ് സാറ്, എല്ലാവരും ഇവളും ഒക്കെ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് സുസ്മിത പറയുകയാണ്. അന്നേരം വിട്ടേക്ക് സുസ്മിതയെ, ഇനിയിപ്പോൾ ഇവൾ ഇവിടെ സമ്മതിച്ചാലും കോടതിയിൽ തിരുത്തി പറയാനും സാധ്യതയുണ്ട്, അതുകൊണ്ട് അവൾ സാക്ഷിയായിട്ട് വേണ്ടാന്നിങ്ങനെ സഹദേവൻ പറയുന്നുണ്ട്. തുടർന്ന് പിള്ളെ താൻ എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല സാർ, ഞാൻ കുരുടനാണ് എന്നിങ്ങനെ പിള്ള ഇങ്ങനെ ധൈര്യപൂർവ്വം പറയുകയാണ്. അന്നേരം സുസ്മിത ഇങ്ങനെ നെറ്റി ചുളിക്കുകയാണ്. അന്നേരം വിഷ്ണു ശാലിനിയും ഒക്കെ നോക്കുന്നുണ്ട്. തുടർന്ന് പിള്ള അങ്ങ് പറയുകയാണ്, കണ്ണട വെച്ചാലേ എനിക്ക് എന്തെങ്കിലും കാണത്തുള്ളൂ, അതാണ് ഞാൻ കുരുടനെന്ന് പറഞ്ഞത്, ആ സമയത്ത് ഞാൻ കണ്ണട വച്ചിട്ടില്ലായിരുന്നു എന്ന്. അത് കേട്ട് രാഘവൻ നായരും വിഷ്ണുവും ഒക്കെ ചിരിക്കുന്നുണ്ട്, ഉള്ളിൽ ചിരിക്കുകയാണ്. അത് കേട്ട് സഹദേവന് പക്ഷെ ദേഷ്യം വരികയാണ്. അന്നേരം സഹദേവൻ ചോദിക്കുന്നുണ്ട്, അതിന് തന്നെ ഞാൻ ഇതുവരെ കണ്ണട വെച്ച് കണ്ടിട്ടില്ലല്ലോ എന്ന്. അതല്ലേ സാർ ഞാൻ പറഞ്ഞത്, എനിക്ക് കാണാതിരിക്കാൻ പറ്റുമ്പോഴേ ഞാൻ കണ്ണട വെക്കാറുള്ളൂ എന്ന്. അന്നേരം കള്ള പിള്ളയെന്നും പറഞ്ഞിങ്ങനെ സഹദേവൻ ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു കുലുക്കവും ഇല്ലാതെ പിള്ള നിൽക്കുകയാണ്. തുടർന്ന് സഹദേവൻ പറയുകയാണ്, തെളിവില്ലല്ലോ സുസ്മിതയെ, വ്യക്തിവൈരാഗ്യം തീർക്കാനായിട്ട് സുസ്മിത മനഃപൂർവ്വം ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയെന്നേ പറയത്തുള്ളൂ, അപ്പോൾ കോടതി പിഴയടക്കം വലിയൊരു തുക അടയ്ക്കേണ്ടി വരും എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിത ഒരു നിമിഷം സംശയിക്കുകയാണ്. തുടർന്ന് പെട്ടെന്ന് പറയുകയാണ്, ഭാമാൻറ്റി കണ്ടതാണ്, ഭാമാൻറ്റി കള്ളം പറയില്ല, സത്യമേ പറയൂ എന്നിങ്ങനെ പെട്ടെന്ന് സുസ്മിത പറയുമ്പോൾ എല്ലാവരും ഒരു നിമിഷം അങ്ങ് വീണ്ടും പരിഭ്രമിക്കുകയാണ്. അന്നേരം സത്യഭാമ ഇങ്ങനെ സുസ്മിതയെ നോക്കുന്നുണ്ട്. തുടർന്ന് സഹദേവൻ പറയുകയാണ്, സത്യാമ്മ എന്ന് പറയുന്നത് സത്യസന്ധ യുടെ അങ്ങ് നിറകുടമാണല്ലോ, ഞാൻ കണ്ടില്ലായിരുന്നു, പറയണം സത്യാമ്മേ, ശാരദാമ്മയുടെ ബാഗിൽ നിന്നും സ്വർണം കണ്ടു കിട്ടുന്നത് സത്യാമ്മ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ അത് എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ ഒരു നിമിഷം ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുകയാണ്. എല്ലാവരും സത്യഭാമയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ഭാമ എന്താണ് പറയുന്നതെന്ന് അറിയാനായിട്ട്. തുടർന്ന് സത്യഭാമ എന്തായാലും കള്ളം പറയില്ല, കണ്ടു എന്നുള്ളത് നേരിട്ട് പറയാനായിട്ടുള്ള ധൈര്യം സത്യഭാമയ്ക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് സഹദേവൻ അങ്ങ് പ്രകോപിപ്പിക്കുകയാണ്. അന്നേരം ഇവര് സത്യം പറയുമോ എന്നൊക്കെയുള്ളൊരു സംശയത്തിൽ സുസ്മിത നിൽക്കുമ്പോൾ ഞാൻ കണ്ടു എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ്. അന്നേരം ഭാമയെന്ന് ഇങ്ങനെ രാഘവൻ നായർ വിളിക്കുമ്പോൾ ദേഷ്യത്തോടെ രാഘവൻ നായരെ ഭാമ നോക്കുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയും അങ്ങ് ആകെ വിഷമിച്ച് ശാലിനിയും വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, സത്യഭാമയുടെ മകൾ പ്രീതിയുടെ സ്വർണ്ണാഭരണങ്ങൾ ശാരദാമ്മയുടെ ബാഗിൽ നിന്നും കണ്ടെടുക്കുന്നത് അപ്പോൾ സത്യഭാമ കണ്ടു അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെ, ഞാൻ കണ്ടു എന്നിങ്ങനെ സത്യഭാമ ഉറച്ചു പറയുന്നുണ്ട്. ഇത് കോടതിയിൽ പറയാനായിട്ട് തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ തയ്യാറാണ് എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ ശരി അപ്പോൾ കേസ് എടുക്കാമെന്നിങ്ങനെ സഹദേവൻ പറയുകയാണ്. തുടർന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്, അതെങ്ങനെ ശരിയാവും സാറേ, ഇതിപ്പോൾ ശാരദാമ്മയുടെ ബാഗിൽ അബദ്ധത്തിൽ ആരെങ്കിലും കൊണ്ടുവച്ചതാണെങ്കിലോ, ഇതൊരു വീടല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെ കേസ് തിരിമറി നടത്താനായിട്ട് നോക്കണ്ട, ജ്വല്ലറികളിലും ഇങ്ങനെയാണ് നടക്കുന്നത്, അബദ്ധത്തിൽ ബാഗുകളിലേക്ക് സ്വർണ്ണമൊക്കെ പോകാറുണ്ട്, സാറ് കൂടുതൽ ആളെ കളിയാക്കാൻ നോക്കണ്ട എന്നിങ്ങനെ സഹദേവൻ പറയുകയാണ്. തുടർന്ന് തൊണ്ടി മുതൽ വാങ്ങാനായിട്ട് കോൺസ്റ്റബിളിനോട് പറയുമ്പോൾ കോൺസ്റ്റബിൾ സുസ്മിതയുടെ കയ്യിൽ നിന്നും ആ ശാരദാമ്മയുടെ ബാഗ് അങ്ങ് കൊണ്ടുപോവുകയാണ്. അതേസമയം വിഷ്ണു അങ്ങ് ദേഷ്യപ്പെടുകയാണ്. ഇത് ചതിയാണ്, ഈ സുസ്മിതയാണ് ശാരദാമ്മയുടെ ബാഗിൽ സ്വർണം വച്ചത് എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ഇത്രയും നേരം ഞാൻ ഇതിനൊക്കെ മുമ്പേ ശാരദാമ്മയുടെ ബാഗിൽ നിന്ന് സ്വർണം കണ്ടെടുത്തോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ആരും മിണ്ടിയില്ലല്ലോ, അപ്പോഴേ നിങ്ങളുടെയൊക്കെ വായിൽ എന്താ കൊഴുക്കട്ട വെച്ചിരിക്കുകയായിരുന്നോ, ഇപ്പോൾ പറയുന്നു സുസ്മിതയാണ് ബാഗിൽ സ്വർണം വെച്ചതെന്ന്, നീ കണ്ടോ അത് എന്ന് വിഷ്ണുവിനോട് സഹദേവൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. അന്നേരം അതെന്നും പറഞ്ഞ് വിഷ്ണുവിന് ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. തുടർന്ന് പ്രതിയെയും കൂട്ടിക്കോ എന്നിങ്ങനെ സഹദേവൻ പറയുകയാണ്. തുടർന്ന് ശാരദാമ്മയെ അങ്ങ് ഇറുക്കി പിടിച്ചിരിക്കുകയാണ് ശാലിനി. തുടർന്ന് സഹദേവ അറിയാമല്ലോ എന്നിങ്ങനെ വിഷ്ണു ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ സഹദേവ് ഇങ്ങനെ തലയാട്ടുകയാണ്. തുടർന്ന് കോൺസ്റ്റബിൾ വന്ന് ശാരദാമ്മയെ പിടിക്കുകയാണ്.
തുടർന്ന് ആകെ അങ്ങ് കലി കയറി നിൽക്കുന്ന വിഷ്ണുവിനോട് ഭാമ പറയുന്നുണ്ട് വിഷ്ണു അവരെ തടസ്സപ്പെടുത്താതിരിക്കുക, അവരവരുടെ ജോലി ചെയ്യട്ടെ എന്ന്. അന്നേരം കോൺസ്റ്റബിൾ ഇങ്ങനെ പിടിക്കുമ്പോൾ സത്യമേ ഞാൻ ചെയ്തിട്ടില്ല, മോളെ ഒന്ന് പറയും ശാലിനി എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മയും കരയുകയാണ്. അന്നേരം ഭാമയെ അവരോട് കൊണ്ടുപോകരുതെന്ന് പറയുന്നൊക്കെ രാഘവൻ നായരും പറയുന്നുണ്ട്. അന്നേരം അമ്മയെ ഒന്ന് പറയുന്നൊക്കെ വിഷ്ണു അങ്ങ് ദേഷ്യപ്പെട്ട് പറയുമ്പോൾ സത്യഭാമയാണെങ്കിൽ അങ്ങ് ആകെ ദേഷ്യത്തോടെ അങ്ങ് തലയെടുപ്പോടെ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് കോൺസ്റ്റബിൾ ശാരദാമ്മയെ അങ്ങ് മുറ്റത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശാലിനിയും പുറകെ പോവുകയാണ്. വിഷ്ണുവേട്ടാ ഒന്ന് പറയുന്നൊക്കെ ശാലിനിയും പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. തുടർന്ന് മുറ്റത്തേക്ക് അങ്ങ് ഇറങ്ങുമ്പോൾ ശാരദാമ്മ വിളിച്ചു പറയുകയാണ്, സത്യമേ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ സ്വർണ്ണം മോഷ്ടിച്ചിട്ടില്ല എന്നൊക്കെ അങ്ങ് വിളിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. പക്ഷെ ഒരു കുലുക്കവും ഇല്ലാതെ സത്യഭാമ നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണുവൊക്കെ അങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം കൊണ്ടുപോവാ, അവരെ ഇങ്ങൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ സഹദേവൻ ജീപ്പിനടുത്തേക്ക് നിന്ന് പറയുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ വീണ്ടും വിളിച്ചു പറയുകയാണ്. തുടർന്ന് സുസ്മിതയും അങ്ങ് ഉമ്മറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കൂടെ സത്യഭാമയും വരികയാണ്. അന്നേരം ഭാമയെ നീ അവരോട് പറയുന്നൊക്കെ രാഘവൻ നായർ പറയുന്നുണ്ടെങ്കിലും ഭാമ ഒന്നും കേൾക്കുന്നില്ല. തുടർന്ന് പിള്ള എന്നെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ പിള്ള രാഘവൻ നായരെ എഴുന്നേൽപ്പിച്ച് തോളിൽ താങ്ങി, വീൽ ചെയറിലല്ല തോളിൽ താങ്ങി അങ്ങ് ഉമ്മറത്തേക്ക് കൊണ്ടുവരികയാണ്. തുടർന്ന് വിട എന്നെയെന്നും പറഞ്ഞ് ശാരദാമ്മ പോലീസുകാരുടെ കൈയൊക്കെ അങ്ങ് വെട്ടിച്ചിട്ട് ഉറക്കെ വീണ്ടും വിളിച്ച് ഉച്ചത്തിൽ പറയുകയാണ്, സത്യമേ ശാരദാമ്മ മോഷ്ടിച്ചിട്ടില്ല, സ്വർണം ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ആരെങ്കിലും ഒന്ന് പറയും വിഷ്ണു മോനെ ശാലിനി എന്നൊക്കെ വിളിച്ചങ്ങ് ശാരദാമ്മ ആകെ ബഹളം വയ്ക്കുകയാണ്. അന്നേരം ആകെ വിജയിച്ച സന്തോഷത്തിൽ ചിരിച്ച് സുസ്മിത ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് ശാരദാമ്മയല്ല മോഷ്ടിച്ചത് എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ എന്നെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് സമ്മതിക്കും വിഷ്ണു, ആരെതിർത്താലും ഇവരെ ഞാൻ ഇന്നിവിടെ നിന്ന് കൊണ്ടുപോയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവരെങ്ങോട്ട് പിടിച്ചു കയറ്റിയെന്നും പറഞ്ഞ് വീണ്ടും ശാരദാമ്മയെ ജീപ്പിനടുത്തേക്ക് കോൺസ്റ്റബിൾ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അന്നേരം അവരെ കൈയൊക്കെ വെട്ടി മാറ്റിയിട്ട് മോനെ വിഷ്ണു പറ മോനെ ഞാനല്ല ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ശാലിനി മോളെ പറ എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ അങ്ങ് തൊഴുത് കരഞ്ഞ് നിൽക്കുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് ചെറിയൊരു മനസ്സിലിവ് തോന്നുന്നുണ്ട്. പക്ഷെ അവർ ഉമ്മറത്ത് തന്നെ നിൽക്കുകയാണ്. പിറകെ രാഘവൻ നായരെ താങ്ങിക്കൊണ്ട് പിള്ളയും പൊന്നിയും സുസ്മിതയും ഒക്കെ ഉണ്ട്. തുടർന്ന് അവരെ അങ്ങോട്ട് പിടിച്ചു കയറ്റിയെന്നും പറഞ്ഞ് ജീപ്പിലേക്ക് ശാരദാമ്മയെ പിടിച്ചു കയറ്റുകയാണ്. അന്നേരം മോളെ എന്നെ കൊണ്ടുപോകരുതെന്ന് എന്നൊക്കെ പറഞ്ഞ് ശാലിനിയുടെ കൈ പിടിച്ച് ശാരദാമ്മ അങ്ങ് കരഞ്ഞ് ബഹളം വയ്ക്കുകയാണ്. വിഷ്ണുവും ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ വിഷ്ണു സത്യഭാമയെ ഒരു നിമിഷം നോക്കിയിട്ട് ജീപ്പിലേക്ക് കയറാൻ പോകുന്ന സഹദേവനെ ഇങ്ങനെ സഹദേവാന്നും പറഞ്ഞ് പെട്ടെന്ന് പിടിച്ചിഞ്ഞ് വലിക്കുകയാണ്. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി സത്യഭാമ പറയുമോ സഹദേവൻ കൊണ്ടുപോകുമോ എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.